നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്വർണ്ണ വിപണിയിൽ പറ്റിയത് എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് മലയാളികളടക്കമുള്ള ആളുകൾ. 5 ദിവസത്തിനിടെ 2000-ഓളം രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുന്നത്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിനമാണ് ഇന്നും. അതായത് നവംബർ മാസം 13-ാം തീയതിയും സ്വർണം വാങ്ങുന്നെങ്കിൽ പറ്റിയ സമയമാണത്. വരും ദിവസങ്ങളിലും ഇടിവ് തുടരും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. അമേരിക്കയിലെ ഭരണമാറ്റമാണ് സ്വർണ്ണവിലയിൽ വലിയ ഇടിവ് വരാൻ കാരണമായിട്ടുള്ളത്. ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില 59,080 രൂപയായിരുന്നു. വീണ്ടും കൂടുമെന്ന പ്രവചനങ്ങൾ നിലനിൽക്കവെയാണ് 6-ാം തീയതി അമേരിക്കയുടെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതും സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയതും. ഇതുവരെ അമേരിക്ക സ്വീകരിച്ച സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ വിശ്വാസമാണ് സ്വർണത്തെ കൈയൊഴിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 56,360 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1000 രൂപ കുറഞ്ഞിരുന്നു. ഇന്ന് ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 7,045 രൂപയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 5,810 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെയിലി ഉപയോഗത്തിന് യോജിക്കുന്ന ആഭരണങ്ങളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും 18 കാരറ്റിൽ ലഭ്യമാണ് എന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നുണ്ട്. കേരളത്തിൽ വെള്ളിയുടെ വില കയറിയിരിക്കുകയാണ്. ഗ്രാമിന് 1 രൂപ ഉയർന്ന് 98 രൂപയിൽ എത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിയുന്നതാണ് കേരളത്തിലും മഞ്ഞലോഹത്തിന്റെ വില കുറയാൻ സഹായിക്കുന്നത്. ഔൺസ് സ്വർണത്തിന് $2,609 എന്ന നിരക്കിലാണ് വ്യാപാരം. നേരിയ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വൻതോതിൽ സ്വർണം വിറ്റഴിക്കൽ നടക്കുകയാണ്. അമേരിക്കൻ ഡോളർ സൂചിക കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 106 എന്ന നിരക്കിലേക്ക് ഏറെക്കാലത്തിന് ശേഷം സൂചിക എത്തിയിരിക്കുകയാണ്. ഡോളർ കരുത്ത് കാട്ടുമ്പോൾ മറ്റ് പ്രധാനപ്പെട്ട 6 കറൻസികളും മൂല്യം കുറയും. അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ പ്രയാസകരമാകും. അതുകൊണ്ട് തന്നെ സ്വർണത്തിന് ആവശ്യക്കാർ കുറയുകയും വില താഴുകയും ചെയ്യും. ഡോളർ കരുത്ത് കാട്ടുമ്പോൾ സ്വർണ്ണവില കുറയുമെങ്കിലും ഇന്ത്യക്കാർ മറ്റൊരു വെല്ലുവിളി നേരിടാൻ പോവുകയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് ഉയർന്ന തുക നൽകേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇതിന്റെ നഷ്ടം ആഭ്യന്തര വിലയിൽ പ്രതിഫലിക്കും. ഡോളറിനെതിരെ 84.40 എന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപ. അതേസമയം ക്രൂഡ് ഓയിൽ വിലയിൽ കാര്യമായ മുന്നേറ്റമില്ലാത്തത് ആശ്വാസമാണ്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $72 വില. കേരളത്തിൽ ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 60,000 രൂപ ചെലവ് വന്നേക്കും. 5% പണിക്കൂലിയും 3% ചേർത്തുള്ള GSTയും വരുമ്പോൾ ഇത്രയൊക്കെ വരും. ഡിസൈൻ കൂടുന്ന ആഭരണത്തിന് പണിക്കൂലിയും വർദ്ധിക്കും. അതേസമയം സ്വർണം വിൽക്കുന്നവർക്ക് പവന് 2% കുറച്ചുള്ള വില കിട്ടുന്നതായിരിക്കും. ജ്വല്ലറി മാറ്റി വിൽക്കുന്നവർക്ക് 4% വരെ വില കുറഞ്ഞേക്കും.